നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മികച്ച വിജയം നേടുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച ശേഷം ആണ് ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളെ സമീപിക്കുന്നത്. യുഡിഎഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നുവെന്ന് വേണം പറയുവാൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം വളരെ പ്രകടമാണ്. വലിയ പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി ഗവൺമെന്റ് ആ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തുകൊണ്ട് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിലുള്ള അമർഷം ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം തികച്ചും പരിതാപകരമായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കാതിരിക്കുക, അവരുടെ അധികാരം കവർന്നെടുക്കുക, കൊടുത്ത ഫണ്ടുകൾ പോലും ട്രഷറി ബാൻ കാരണം എടുക്കാൻ കഴിയാതെ വരിക, അങ്ങനെ ഈ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വന്നത്. പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനോ സ്ഥായിയായ സാമൂഹ്യ സ്വത്തുക്കൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനോ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ ദുർബലമായ നിലയിലേക്ക് കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തെ എത്തിക്കുന്ന നിലപാടാണ് 10 വർഷത്തെ ഇടതുമുന്നണി ഭരണം സ്വീകരിച്ചത്. വാസ്തവത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തി രാജ് സംവിധാനം 3 ടയർ സിസ്റ്റം നിലനിൽക്കുന്ന കേരളത്തിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഭരണഘടനാപരമായി 5 വർഷത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുള്ള നടപടികളെ പലപ്പോഴും അട്ടിമറിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൌർഭാഗ്യവശാൽ കേരളത്തിലെ പഞ്ചായത്ത് പ്രവർത്തനത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ച ഒരവസ്ഥയായിരുന്നു 10 വർഷം. അതുകൊണ്ടാണ് യുഡിഎഫിന്റെ മാനിഫെസ്റ്റോയിൽ പ്രത്യേകമായി നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കേരളത്തെ പൂർണ്ണമായി മാലിന്യമുക്തമാക്കും. മാലിന്യം സംസ്കരിക്കാനുള്ള നടപടികൾ കേരളത്തിൽ തുലവും പരിമിതമാണ് എന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. 2, ആശാ വർക്കർമാർക്ക് 2000 രൂപ വെച്ച് അലവൻസ് കൊടുക്കും. 3, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതുവരെ പഞ്ചായത്തുകൾക്കാണ് ഫണ്ട്. ഞങ്ങൾ ഇനിയും കേരളത്തിൽ വാർഡ് തലങ്ങളിൽ ഫണ്ടുകൾ പ്രത്യേകമായി ഇയർമാർക്ക് ചെയ്തുകൊണ്ട് ഉള്ള ഒരു നടപടി സ്വീകരിക്കും. അപ്പോൾ എല്ലാ വാർഡ് മെമ്പർമാർക്കും അവരുടെ വാർഡുകളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് പ്രത്യേകമായി അവർക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കാനും ഈ ഗവൺമെന്റ് കവർന്നെടുത്ത അധികാരങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാനും ലാക്കാക്കിക്കൊണ്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മളിവിടെ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ രൂപപ്പെടുന്നത് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള ഒരു അന്തർധാരയാണ്. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു വെളിപ്പെടുത്തൽ ഞങ്ങൾക്കാർക്കും അത്ഭുതകരമായി തോന്നിയില്ല. പക്ഷേ മാധ്യമങ്ങൾ വായിക്കുന്നവർക്ക് അത്ഭുതമുണ്ടായിട്ടുണ്ട്. ഇവിടെ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിന്റെയും ഇടയിലുള്ളൊരു പാലമായിട്ട് സിപിഎമ്മിന്റെ രാജ്യസഭാ മെമ്പർ ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചു എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്.
മാത്രമല്ല സർവസമ്മതിയോടുകൂടിയാണ് ഈ PMC പദ്ധതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എഗ്രി ചെയ്തത് എന്ന കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും ഇടയ്ക്കുള്ള, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിനും ഇടയ്ക്കുള്ളൊരു ദല്ലാളായിട്ടാണ് ജോൺ ബ്രിട്ടാസ് പ്രവർത്തിക്കുന്നതെന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. BJP CPM തമ്മിലുള്ള ദല്ലാളായിട്ടാണ് ജോൺ ബ്രിട്ടാസ് MP പ്രവർത്തിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ തുറന്നു പറച്ചിലോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് PMC പദ്ധതി മാത്രമല്ല, കരുവന്നൂർ കേസിന്റെ കാര്യത്തിലും എക്സാലോജിക്കിന്റെ കാര്യത്തിലും ലാവ്ലിൻ കേസിന്റെ കാര്യത്തിലും എല്ലാം, അതോടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുമൊക്കെ പാലമായും ദല്ലാളായും പ്രവർത്തിച്ചതിന്റെ പാരിതോഷികമാണ് ജോൺ ബ്രിട്ടാസിന് പാർട്ടിയിൽ വലിയ എതിർപ്പുണ്ടായിട്ടും രാജ്യസഭാ മെമ്പർ സ്ഥാനം ലഭിച്ചത് എന്നതാണ് അധികാരത്തിന്റെ ഇടനാഴികളിലെ പരക്കെയുള്ള സംസാരം. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറഞ്ഞതോടുകൂടിയാണ് ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സ്വാധീനിക്കുക, കേന്ദ്ര ഏജൻസികൾ CPMന് അനുകൂല, കേരള ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും ഒക്കെ അനുകൂലമായ നിലപാടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു പാലമായിട്ടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ എന്ത് വഞ്ചനയാണ് ഘടകകക്ഷികളോട് കാട്ടിയത്. CPI ഉൾപ്പെടെയുള്ള ആളുകൾ ഇതറിഞ്ഞില്ല, മന്ത്രിസഭ ഇതറിഞ്ഞില്ല. PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ധൃതി പിടിച്ചൊരു തീരുമാനമെടുത്തത് BJP-യെ, കേന്ദ്ര ഗവൺമെന്റിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടും അവരുടെ PM-ശ്രീ പദ്ധതിയെ പൂർണ്ണമായി പിന്താങ്ങിക്കൊണ്ടുമായിരുന്നു. അപ്പൊ മുന്നണി അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, പാർട്ടിയിൽ പോലും ചർച്ച ചെയ്യാതെ ഇത്ര ധൃതി പിടിച്ച് PM-ശ്രീ പദ്ധതി കൊണ്ടുവന്നതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇൻക്ലൂഡിംഗ് CPIയും പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു.